അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഷേപ്പർ മെഷീൻസ് എന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് അറിയാം ഷേപ്പർ പല ക്ലാസിഫിക്കേഷൻ ഷേപ്പറിനുണ്ട്. അത് 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ക്രാങ്ക് ടൈപ്പ് ഷേപ്പർ. ഇൻ ദിസ് ഷേപ്പർ ദ റെസിപ്രോക്കേറ്റിംഗ് റാം ഈസ് ഡ്രിവൺ ബൈ എ ക്രാങ്ക് മെക്കാനിസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസം. ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസമാണ്. അപ്പോൾ അത്തരം ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഷേപ്പറുകളാണ് ക്രാങ്ക് ഷേപ്പറുകൾ എന്ന് പറയുന്നത്. ഇൻ ദിസ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഈസ് എംപ്ലോയിഡ് ടു ഡു ദി ഓപ്പറേഷൻ. ഇതിനകത്ത് നമ്മൾ വർക്ക് പീസും സർഫസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്തിരിക്കുന്നു. എ ക്രാങ്ക് ഈസ് കണക്റ്റഡ് ടു ദി റാം ആൻഡ് ദി ബുൾ ഗിയർ ടു വിച്ച് ദ പവർ ഈസ് ഗിവൺ ത്രൂ എ ഇൻഡിവിജ്വൽ മോട്ടർ. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്രാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദ ക്രാങ്ക് ഈസ് കണക്റ്റഡ് ടു ദി റാം ആൻഡ് ടു ദി ബുൾ ഗിയർ. ബുൾ ഗിയറും റാമുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ക്രാങ്ക് വഴിയായിരിക്കും. ഈ ക്രാങ്ക് എന്ന് പറയുന്നത് ഒരു സ്ലോട്ടഡ് ലിങ്കിനകത്തായിരിക്കും കിടക്കുന്നത്. അത് പാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സ്ലോട്ടഡ് ലിങ്ക് ഉണ്ട്. ആ സ്ലോട്ടഡ് ലിങ്കിനകത്തൊരു സ്ലൈഡിംഗ് ബാർ ഉണ്ട്. ആ സ്ലൈഡിംഗ് ബാറിൻ്റെ സെൻറ്ററിൽ ക്രാങ്ക് വരും. അപ്പോൾ ഈ ക്രാങ്ക് എന്ന് പറയുന്ന പാർട്ട് വഴിയാണ് നമ്മൾ ബുൾ ഗിയറിൽ നിന്ന് വരുന്ന പവർ നേരെ റാമിൽ എത്തിക്കുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒബ്ജക്റ്റീവിനകത്ത് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ദ റെസിപ്രോക്കേറ്റിംഗ് ലെങ്ത് ഓഫ് ദി ടൂൾ വിൽ ബി ആൾവേസ് ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് സ്ട്രോക്ക്. എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മുടെ ടൂളിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്നത് ഏത് പാരാമീറ്ററിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത് ആണ്. അടുത്ത ടൈപ്പാണ് ഗിയർ ടൈപ്പ്. ഈ ഗിയർ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാമിനെ ഡ്രൈവ് ചെയ്യാൻ നമ്മളിവിടെ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഈ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റാമിന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറ്റും? നമ്മൾ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ബുൾ ഗിയറിന് പവർ കിട്ടുന്നു. ബുൾ ഗിയറിന് നമ്മൾ വേറൊരു ഗിയർ ട്രെയിൻ വഴി നമ്മൾ പവർ കൊടുക്കുന്നുണ്ട്. ആ വരുന്ന പവർ ബുൾ ഗിയറിൽ നിന്ന് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസത്തിലേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ പിനിയൻ റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന പിനിയനിൽ നിന്ന് ആ റോട്ടറി മോഷൻ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റ് സഹായത്തോടു കൂടി നമുക്ക് ലീനിയർ മോഷൻ, റാമിൻ്റെ ലീനിയർ മോഷനാക്കി മാറ്റാൻ സാധിക്കുന്നു. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വളരെ റെയർ ആയിട്ടാണ് ഗിയർ ടൈപ്പ് ഷേപ്പർ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് എങ്ങനെ നമ്മൾ ഹൈഡ്രോളിക് പവർ ഉപയോഗിച്ച് നമ്മൾ റാമിന് ഡ്രൈവ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഷേപ്പറുകളാണ് ഹൈഡ്രോളിക് ഷേപ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ റാമിന് ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ഹൈഡ്രോളിക് പവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പാണ് ഹൈഡ്രോളിക് ഷേപ്പറുകൾ എന്ന് പറയുന്നത്. ദി എൻഡ് ഓഫ് ദി റാം ഈസ് കണക്റ്റഡ് ടു ദി പിസ്റ്റൺ ഫിറ്റഡ് ഇൻ ടു ദി സിലിണ്ടർ. ഇതിനകത്ത് റാം എന്ന് പറയുന്നത് ഒരു പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. ആ പിസ്റ്റൺ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് സിലിണ്ടറിൻ്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ പിസ്റ്റൺ ഡബിൾ ആക്ടിങ് പിസ്റ്റൺ ആണ്. ആ പിസ്റ്റണിൻ്റെ രണ്ട് എൻഡിലും നമ്മൾ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യും. ഓരോ സൈഡിലോട്ട് മൂവ് ചെയ്യണം. ഫോർവേഡ് സ്ട്രോക്കിൽ പിസ്റ്റൻ്റെ ഒരു സൈഡിലും നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ അപ്ലൈ ചെയ്യും. അടുത്തത് കൺട്രോൾ വാൽവ് റൊട്ടേറ്റ് ചെയ്തിട്ട് അടുത്ത ഫേസിൽ അല്ലെങ്കിൽ അടുത്ത എൻഡിലോട്ട് നമ്മൾ വീണ്ടും ഫ്ലൂയിഡ് പ്രഷർ അപ്ലൈ ചെയ്യും. ആ കണ്ടീഷനിൽ അടുത്ത എൻഡിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യും. നമ്മുടെ റാം അതനുസരിച്ച് റിട്ടേൺ സ്ട്രോക്കിൽ വർക്ക് ചെയ്യും. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഓയിൽ റിസർവോയർ ഉണ്ടല്ലേ, ഒരു ഓയിൽ റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിൽ നിന്ന് ഓയിൽ ഒരു ഫിൽറ്റർ വഴി കയറി നമ്മുടെ ഒരു കൺട്രോൾ വാൽവ് വരും. ഈ കൺട്രോൾ വാൽവാണ് പിസ്റ്റൻ്റെ രണ്ട് എൻഡിലേക്കും ഫ്ലൂയിഡിനെ സപ്ലൈ ചെയ്യാനുള്ള കണക്ഷൻ അറേഞ്ച്മെൻറ്റ്സുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാതെ ഇവിടുന്ന് നമ്മൾ പമ്പ് ചെയ്യുന്ന ഫ്ലൂയിഡ് കൺട്രോൾ വാൽവ് ഫിൽറ്റർ വഴി കയറി കൺട്രോൾ വാൽവ് വരും. കൺട്രോൾ വാൽവിനകത്തൊരു വെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ വെയിൻ റൊട്ടേറ്റ് ചെയ്ത് അത് പിസ്റ്റൻ്റെ ഒരു എൻഡിലേക്ക് ഓപ്പൺ ആകുന്ന കണ്ടീഷനിൽ ഫ്ലൂയിഡ് പ്രഷർ പിസ്റ്റൻ്റെ ഈ എൻഡിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ പറ്റും? അതിനനുസരിച്ച് പിസ്റ്റൺ മൂവ് ആകുമല്ലോ. പിസ്റ്റൺ മൂവ് ആകുന്നു. ഈ പിസ്റ്റൻ്റെ എൻഡിൽ നമ്മൾ റാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റാം മൂവ് ചെയ്യും. റാമിൻ്റെ എൻഡിൽ നമ്മൾ കട്ടിംഗ് ടൂൾ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ നമ്മുടെ കട്ടിങ് ആക്ഷൻ നടക്കും. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. കട്ടിങ് നടക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഫോർവേഡ് സ്ട്രോക്കാണ്. ഫോർവേഡ് സ്ട്രോക്കിൻ്റെ കണ്ടീഷനിൽ റിസർവോയിലുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ഫിൽറ്റർ വഴി നമ്മൾ പമ്പ് ചെയ്ത് കൺട്രോൾ വാൽവ് വഴി പിസ്റ്റൻ്റെ ഒരു സൈഡിലേക്ക് അപ്ലൈ ചെയ്യും. ആ കണ്ടീഷനിൽ പിസ്റ്റൺ അവിടെ നിന്ന് മൂവ് ആകാൻ തുടങ്ങുന്നു. പിസ്റ്റൺ മൂവ് ചെയ്ത് പിസ്റ്റൻ്റെ എൻഡിൽ നമ്മൾ റാം കണക്ട് ചെയ്തിട്ടുണ്ട്. റാമിൻ്റെ ടൂൾ ഹെഡിൽ നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളും വെച്ചിട്ടുണ്ട്. സോ ഇത് എത്ര ഒരു ഒറ്റ യൂണിറ്റായിട്ട് ഇത് മൂവ് ചെയ്ത് വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്ന് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യും. ഇനി റിട്ടേൺ സ്ട്രോക്കിൻ്റെ കേസിലാണെങ്കിലോ ഈ സെയിം സർക്യൂട്ട് തന്നെ കൺട്രോൾ വാൽവ് റൊട്ടേറ്റ് ചെയ്യും.
കൺട്രോൾ ഓയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് പിസ്റ്റൻ്റെ അടുത്ത എൻഡിലേക്കായിരിക്കും നമ്മൾ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന പ്രഷർ. ആ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷനിൽ പിസ്റ്റൺ എന്തെടുക്കുന്നു, അടുത്ത അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താ പറ്റും, പിസ്റ്റൻ്റെ നമ്മൾ മുമ്പേ പ്രഷർ അപ്ലൈ ചെയ്ത ഫ്ലൂയിഡ് അത് തിരിച്ചിറങ്ങി വീണ്ടും റിസർവോയറിലേക്ക് തിരികെ പോകും. കൺട്രോൾ വാൽവ് വഴി റിസർവോയറിലേക്ക് തിരികെ പോകും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഹൈഡ്രോളിക് ഷേപ്പർ മെക്കാനിസത്തിൻ്റെ 2 അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് അത് കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്താണ്, റാമിൻ്റെ മൂവ്മെൻറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും. അതേപോലെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയിസ് ഫ്രീ എൻവയോൺമെൻ്റ് ആണ്. ഇവിടെ നമ്മുടെ മെക്കാനിക്കൽ കമ്പോണൻസ് വർക്ക് ചെയ്യുന്നത്, അതായത് ബുൾ ഗിയർ, സ്ലോട്ടർ ലിങ്ക്, ക്രാങ്ക്, അങ്ങനെയുള്ള പാർട്ടുകളെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് ഫുൾ ഹൈഡ്രോളിക് സർക്യൂട്ടാണ് വരുന്നത്. സോ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു നോയിസ് ഫ്രീ എൻവയോൺമെൻറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അതാണ് ഹൈഡ്രോളിക് ഷേപ്പർ. അടുത്ത ടൈപ്പാണ് ഹൊറിസോണ്ടൽ ഷേപ്പറും വെർട്ടിക്കൽ ഷേപ്പറും. എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ റാമിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് നമ്മുടെ റാമിൻ്റെ മൂവ്മെൻറ്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹൊറിസോണ്ടൽ ഷേപ്പർ എന്നും, വെർട്ടിക്കൽ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വെർട്ടിക്കൽ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വെർട്ടിക്കൽ ഷേപ്പർ എന്നും പറയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹൊറിസോണ്ടൽ ഷേപ്പർ എന്താണെന്ന് നോക്കാം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദി ഷേപ്പർ ഹാവ് ദ മോഷൻ ഓഫ് ദ റാം എലോങ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഇവിടെ നമ്മുടെ എക്സ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഈ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് ഡയറക്ഷനിലാണ് നമ്മുടെ റാം മൂവ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഷേപ്പേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ ജനറേഷൻ ഓഫ് ഫൈൻ ആൻഡ് ഫ്ലാറ്റ് സർഫസസ്. ഫൈൻ ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസസ് മെഷീൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഷേപ്പറുകൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് വെർട്ടിക്കൽ ഷേപ്പറുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആ പേരിൽ തന്നെ വളരെ വ്യക്തമാണ് എന്താണ്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ റാം മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഷേപ്പറുകളെയാണ് നമ്മൾ വെർട്ടിക്കൽ ഷേപ്പർ എന്ന് പറയുന്നത്. ഇൻ ദിസ് ഷേപ്പർ ദ ടൂൾ കണ്ടെയ്നിങ് ദ റാം ഹാസ് ഇറ്റ്സ് മോഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് റാം മൂവ് ചെയ്യുന്നത്. ദ ടൂൾ യൂസ്ഡ് ഇൻ വെർട്ടിക്കൽ ഷേപ്പർ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദി ടൂൾ ഓഫ് ദി നോർമൽ ടൂൾ വിച്ച് ഈസ് എംപ്ലോയ്ഡ് ഓൺ ദി ഹൊറിസോണ്ടൽ ഷേപ്പർ. അപ്പോൾ ഹൊറിസോണ്ടൽ ഷേപ്പറുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൂളുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും വെർട്ടിക്കൽ ഷേപ്പറുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത്. The vertical shaping machine finds many applications in deep hole boring, machining internal surfaces, keyways, grooves, etc. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഡീപ്പ് ഹോൾ ബോറിംഗ് ഓപ്പറേഷൻ. ബോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോളിൻ്റെ നമ്മൾ ഡയമീറ്റർ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ബോറിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ബോർ ചെയ്യുന്നത്. അപ്പോൾ ബോറിംഗ് ഓപ്പറേഷൻ ചെയ്യാം. അതേപോലെ ഇൻറ്റേർണൽ സർഫസസ് മെഷീൻ ചെയ്യാം. കീവേസ്, ഗ്രൂവ്സ് എന്നിവ കട്ട് ചെയ്യാനും നമുക്ക് വെർട്ടിക്കൽ ഷേപ്പർ യൂസ് ചെയ്യാം. അടുത്ത ടൈപ്പാണ് ട്രാവലിംഗ് ഹെഡ് ടൈപ്പ് ഷേപ്പർ എന്ന് പറയുന്നത്. ഇത് വളരെ സ്പെഷ്യൽ കേസാണ്. ഇൻഡസ്ട്രികളിൽ വളരെ വലിയ മാനുഫാക്ചറിങ് പ്ലാന്റുകളിലാണ് ട്രാവലിംഗ് ഹെഡ് ഷേപ്പറുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പീസിനെ ഹെവി ആയിട്ടുള്ള വർക്ക് പീസിനെ അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള വർക്ക് പീസസിനെ മെഷീൻ ചെയ്യേണ്ട കണ്ടീഷനിലാണ് നമ്മൾ ട്രാവലിംഗ് ഹെഡ് ഷേപ്പറുകൾ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ വർക്ക് പീസിനെ നമുക്ക് സാധാരണ ഉള്ള ഷേപ്പറിൻ്റെ ടേബിളിൽ ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടേബിളിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അത്രയും ബൾക്കി ആയിരിക്കും, അത്രയും വെയിറ്റ് കൂടും, അത്രയും സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ അത്ര സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല മെഷീൻ ചെയ്യാൻ. സോ അത്തരം കണ്ടീഷനുകളിൽ നമ്മൾ ട്രാവലിംഗ് ഹെഡ് ടൈപ്പ് ഷേപ്പറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദിസ് ടൈപ്പ് ഓഫ് ഷേപ്പർ ഈസ് ജനറലി എംപ്ലോയിഡ് ഫോർ മെഷീനിങ് വെരി ലാർജ് ഒബ്ജക്ട്സ് that cannot be mounted on the table of the machine and cannot be moved. അപ്പോൾ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനിൻ്റെ വർക്ക് ടേബിളിൽ ഫിക്സ് ചെയ്യാൻ കഴിയാത്തതും അതേപോലെ തന്നെ മൂവ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള വർക്ക് പീസസിനെ മെഷീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രാവലിംഗ് ഹെഡ് ടൈപ്പുള്ള ഷേപ്പറുകൾ യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് മെഷീൻ ദ റാം ഹാവിംഗ് ദ റെസിപ്രോക്കറ്റിംഗ് മൂവ്മെൻറ്റ് ആൾസോ പ്രൊവൈഡ് ദ ക്രോസ് വൈസ് മൂവ്മെൻറ്റ് സൈമൾട്ടേനിയസ്ലി സച്ച് ദാറ്റ് ദ ടൂൾ ക്യാൻ കട്ട് ദി റിക്വയർഡ് ഷേപ്പ് ഓഫ് ദി വർക്ക് പീസ്. സോ ഇവിടെ നമ്മളെ ട്രാവലിംഗ് ഹെഡിനകത്ത് നമുക്ക് ടൂളിന് റെസിപ്രോക്കറ്റിംഗ് മോഷൻ ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അതിന് ക്രോസ് വൈസ് മൂവ്മെൻ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഫീഡ് കിട്ടുന്നത്, രണ്ടും ടൂൾ ഹെഡിൽ തന്നെയാണ് രണ്ട് മോഷന് കിട്ടുന്നത്. അതായത് ടൂളിൻ്റെ റെസിപ്രോക്കറ്റിംഗ് മോഷൻ്റെ കൂട്ടത്തിൽ അതിന് നമ്മളൊരു ക്രോസ് ഫീഡ് മൂവ്മെൻ്റ് കൂടെ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിലും ടൂൾ മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ക്രോസ് ഡയറക്ഷനിലും ക്രോസ് വൈസ് ആയിട്ടും ടൂൾ മൂവ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് മൂവ്മെൻറ്റും
ആ ടൂൾ ഹെഡിലാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. വർക്ക് ടേബിൾ താഴെ ഫ്ലോറിൽ മൗണ്ട് ചെയ്തിരിക്കുകയായിരിക്കും, ഫൗണ്ടേഷൻ ബോർഡ് ഇട്ടിട്ട് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയായിരിക്കും. അതിന് ടേബിൾ എന്ന് പറയുന്നത് ടേബിളിനകത്ത് സ്ലോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇവിടെ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്ലോട്ടിൽ നമുക്ക് ക്ലാമ്പ് ബോട്ടുകളുടെ സഹായത്തോടു കൂടി വർക്കിനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നു. അങ്ങനെ വർക്ക് വൺസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടൂളിനെ നമ്മൾ ടൂൾ ഹെഡിൽ ഫിക്സ് ചെയ്യും. അതിനുശേഷം ടൂൾ ഹെഡ് റെസിപ്രോക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിനെ ക്രോസ് ഫീഡ് മൂവ്മെൻറ്റൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് മൂവ്മെൻറ്റും കൊടുക്കുന്നത് ടൂൾ ഹെഡിലായിരിക്കും. അടുത്ത ടൈപ്പാണ് സ്റ്റാൻഡേർഡ് ഷേപ്പർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഷേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതിന് ടേബിളിന് രണ്ട് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റേ കാണത്തുള്ളൂ. അതായത് ഈ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷൻ നമ്മൾ എക്സ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ടല്ലോ. സോ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഷേപ്പറാണ്. സ്റ്റാൻഡേർഡ് ഷേപ്പർ, ദിസ് ഷേപ്പർ ടേബിൾ ഹാസ് ഓൺലി ടു മൂവ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. അപ്പോൾ ഈ ടേബിളിന് രണ്ട് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റേ കാണത്തുള്ളൂ. എങ്ങനെയൊക്കെ ആയിരിക്കും? ഒന്നെന്ന് പറയുന്നത് വെർട്ടിക്കൽ മൂവ്മെൻറ്റും അടുത്തൊന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലായിരിക്കും ടേബിളിനുള്ള മൂവ്മെൻ്റ് ഉള്ളത്. അത്തരം ഷേപ്പറുകളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഷേപ്പർ എന്ന് പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത ഒരു ടൈപ്പാണ്. കാരണം ഈ മൂവ്മെൻറ്റ് രണ്ട് ഡയറക്ഷനിലേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും രണ്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലും. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ മൂവ്മെൻറ്റ് എടുക്കാൻ നമുക്കിവിടെ ഒരു ക്രോസ് ഫീഡ് സ്ക്രൂ ഉണ്ട്. അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ താഴെ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ കാണും. അത് റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും വെർട്ടിക്കൽ മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടൈപ്പാണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഷേപ്പർ എന്ന് പറയും. ഓക്കെ, യൂണിവേഴ്സൽ ഷേപ്പറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഷേപ്പറിന് രണ്ട് ഡയറക്ഷനുള്ള മൂവ്മെൻറ്റ് പറഞ്ഞു, ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള മൂവ്മെൻറ്റും പറഞ്ഞു, വെർട്ടിക്കൽ ഡയറക്ഷനുള്ള മൂവ്മെൻറ്റ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് ഒന്ന് സ്വിവൽ ചെയ്യാനും പറ്റും, ടിൽറ്റ് ചെയ്യാനും പറ്റും. എങ്ങനെയൊക്കെ, എവിടെയൊക്കെ, എന്തിനെയൊക്കെ ബേസ് ചെയ്ത് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ബൈ സ്വിവലിംഗ് ദ ടേബിൾ അബൌട്ട് ദി ആക്സിസ് ഓഫ് ദി റാം വേസ്. അപ്പോൾ റാമിൻ്റെ ഡയറക്ഷനിൽ, ഇതാണ് നമ്മുടെ റാം മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. അതായത് ഇവിടുത്തെ എക്സ് ഡയറക്ഷൻ ഉണ്ടല്ലോ, ഈ എക്സ് ഡയറക്ഷനിൽ നമുക്ക് ടേബിളിനെ സ്വിവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി നമുക്കുള്ള സ്റ്റാൻഡേർഡ് ഷേപ്പറിനുള്ള വെർട്ടിക്കൽ മൂവ്മെൻറ്റും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും കൂടാതെ തന്നെ ആ റാം മൂവ് ചെയ്യുന്ന ആക്സിസിൽ നമുക്ക് ഇതിൻ്റെ ടേബിളിനെ സ്വിവൽ ചെയ്യാൻ പറ്റും. അത് യൂണിവേഴ്സൽ ഷേപ്പറിൻ്റെ ഒരു ഫീച്ചറാണ്. അതേപോലെ തന്നെ അടുത്ത മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ദി ടേബിൾ ക്യാൻ ബി ടിൽറ്റഡ് അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി റാം വേസ്. അപ്പോൾ റാം മൂവ് ചെയ്യുന്ന ആക്സിസ് ഇതാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ നമുക്ക് ടേബിളിനെ ടിൽറ്റ് ചെയ്യാനും സാധിക്കുന്നു. സോ രണ്ട് മൂവ്മെൻറ്റ് അഡീഷണൽ ആയിട്ട് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് യൂണിവേഴ്സൽ ഷേപ്പർ എന്ന് പറയുന്നത്. കൺവെൻഷനിലുള്ള സ്റ്റാൻഡേർഡ് ഷേപ്പറിന് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും ഉണ്ട്, ടേബിളിന് വെർട്ടിക്കൽ മൂവ്മെൻറ്റും ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ടേബിളിനെ നമുക്ക് റാം മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ സ്വിവൽ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ റാം മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ നമുക്ക് അതിനെ ടിൽറ്റ് ചെയ്യാനും കഴിയും. ഈ രണ്ട് മൂവ്മെൻറ്റ് കൂടെ വരുന്നത് കൊണ്ട് നമ്മളിതിനെ യൂണിവേഴ്സൽ ഷേപ്പർ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഷേപ്പറാണ് പുഷ് ടൈപ്പ് ഷേപ്പർ. പുഷ് ടൈപ്പ് ഷേപ്പർ എന്ന് പറയുന്നത് ഇത് നമ്മൾ റാമിൻ്റെ ഏത് മൂവ്മെൻറ്റിലാണ് മെറ്റീരിയൽ റിമൂവ് ആകുന്നത്, അപ്പോൾ അതിന് അനുസരിച്ചാണ് നമ്മൾ പുഷ് ടൈപ്പ് ഷേപ്പർ എന്നും ഡ്രോ ടൈപ്പ് ഷേപ്പർ എന്നും പറയുന്നത്. ഈ പുഷ് ടൈപ്പ് ഷേപ്പറിൻ്റെ കേസിൽ നമ്മൾ കൺവെൻഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷേപ്പറുകളെല്ലാം പുഷ് ടൈപ്പ് ഷേപ്പറുകളാണ്. അതായത് റാമിൻ്റെ ഫോർവേഡ് മൂവ്മെൻറ്റിൽ മെറ്റീരിയൽ റിമൂവ് ആകുന്നു, റിട്ടേൺ സ്ട്രോക്ക് ഐഡിയലായിട്ടും പോകുന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പുഷ് ടൈപ്പ് ഷേപ്പർ എന്നാണ് പറയുന്നത്. ദ മെറ്റൽ ഈസ് റിമൂവ്ഡ് വെൻ ദ റാം ഈസ് മൂവിങ് എവേ ഫ്രം ദി കോളം. ഇതാണ് നമ്മുടെ കോളം എന്ന് പറയുന്നത്. അപ്പോൾ കോളത്തിൽ നിന്ന് എവേ പോകുക എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ പോകുന്നത്, ഇങ്ങനെ പോകുന്ന കണ്ടീഷനിൽ, അതായത് ഫോർവേഡ് സ്ട്രോക്കിൽ മെറ്റീരിയൽ റിമൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പുഷ് ടൈപ്പ് ഷേപ്പർ എന്ന് പറയുന്നു. ദിസ് ടൈപ്പ് ഓഫ് ഷേപ്പർ പുഷസ് ദി വർക്ക് പീസ് വൈൽ റിമൂവിങ് ദ മെറ്റീരിയൽ എവേ ഫ്രം ഇറ്റ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഷേപ്പർ ഇസ് കാൾഡ് പുഷ് ടൈപ്പ് ഓഫ് ഷേപ്പർ. എന്താണ് കാരണം എന്ന് പറയുന്നത്? ദിസ് ടൈപ്പ് ഓഫ് ഷേപ്പർ പുഷസ് ദി വർക്ക് പീസ് വൈൽ റിമൂവിങ് ദ മെറ്റീരിയൽ എവേ ഫ്രം ഇറ്റ്. സോ ദ ഷേപ്പർ ഈസ് കാൾഡ്. അപ്പോൾ എന്താണ് പറയുന്നത്? വർക്ക് പീസ് സർഫസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആകുന്ന കണ്ടീഷനിൽ ഇത് വർക്ക് പീസിനെ പുഷ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളിതിനെ പുഷ് ടൈപ്പ് ഷേപ്പർ എന്ന് പറയുന്നു. അടുത്ത ടൈപ്പാണ് ഡ്രോ ടൈപ്പ് ഷേപ്പർ. അപ്പോൾ ഇത് പുഷ് ടൈപ്പ് ഷേപ്പറിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നിന്ന് പറയുന്നത് വർക്ക് പീസിൻ്റെ സർഫസിൽ റിട്ടേൺ സ്ട്രോക്കിലായിരിക്കും നമ്മുടെ ഇവിടുന്ന് മെറ്റീരിയൽ റിമൂവ് ആകുന്നത്.
അപ്പോൾ നമ്മൾ ഫോർവേഡ് സ്ട്രോക്കിൽ ടൂൾ എങ്ങനെ വെച്ചോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ഡ്രോ ടൈപ്പിൽ ടൂൾ ഫിക്സ് ചെയ്യുന്നത്. It is just a converse of the push type shaper. In these machines, the metal is removed from the workpiece when the ram is moving towards the column. അപ്പോൾ ഇവിടെ നമ്മൾ പുഷ് ടൈപ്പ് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? മെറ്റീരിയൽ റിമൂവ് ആകുന്നത് റാം ഈസ് മൂവിങ് ഫ്രം എവേ ഫ്രം കോളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോളത്തിൽ നിന്ന് എവേ മൂവ് ചെയ്യുന്ന കണ്ടീഷനിൽ മെറ്റീരിയൽ റിമൂവ് ആണെന്നുണ്ടെങ്കിൽ അതിന് പുഷ് ടൈപ്പ് എന്നും, ടുവേഡ്സ് മൂവ് ചെയ്യുന്ന കണ്ടീഷൻ റാമിൽ ടുവേഡ്സ് മൂവ് ചെയ്യുന്ന കണ്ടീഷൻ, റാം എന്ന് പറയുന്നത് കോളത്തിൽ ടുവേഡ്സ് മൂവ് ചെയ്യുന്ന കണ്ടീഷനിൽ മെറ്റീരിയൽ റിമൂവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്രോ ടൈപ്പ് ഷേപ്പർ എന്ന് പറയും. The tool is required to be mounted in opposite direction to the normal condition. The vibration on these machines and components are damped to some extent. So ഇത് ക്ലിയർ ആണല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇൻ ദീസ് മെഷീൻസ് ദ മെറ്റൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദി വർക്ക് പീസ് വെൻ ദ റാം ഈസ് മൂവിങ് ടുവേഡ്സ് ദ കോളം. കോളത്തിലേക്ക് മൂവ് ചെയ്യുന്ന കണ്ടീഷനിൽ മെറ്റീരിയൽ റിമൂവ് ആവണമെന്നുണ്ടെങ്കിൽ അവനെ ഡ്രോ ടൈപ്പ് ഷേപ്പർ എന്ന് പറയാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ അത് ചോദിക്കാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എവേ ഫ്രം ദി കോളം ആണെന്ന് ചോദിച്ചേക്കുന്നുണ്ടെങ്കിൽ അത് പുഷ് ടൈപ്പ് ഷേപ്പർ ആയിരിക്കും. സോ അത്രയാണ് ക്ലാസിഫിക്കേഷൻ. ആ പാർട്ട് കഴിഞ്ഞു. നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകളാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ആണ്. സോ ഇവിടെ നമുക്ക് അതിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട്, നമുക്ക് 1 by 1 പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് പ്രൊവൈഡ്സ് എ നെസസറി സപ്പോർട്ട് ഫോർ ഓൾ അതർ പാർട്സ് ഓഫ് ദി മെഷീൻ. സോ നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഈ ബേസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ പാർട്ടിനും നെസസറി സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ബേസിൻ്റെ മുകളിൽ നമുക്കൊരു കോളം വരുന്നുണ്ട് അല്ലേ, കോളം വരുന്നുണ്ട്, ഇവിടെ കോളം ഉണ്ട്, ടേബിൾ വരുന്നുണ്ട്, റാം വരുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടിന് എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും വെയിറ്റ് മൊത്തം ക്യാരി ചെയ്യുന്നത് ഈ ബേസ് ആയിരിക്കും. ഇറ്റ് ഈസ് റിജിഡ്ലി ബോൾട്ടഡ് ടു ദി ഫ്ലോർ ഓഫ് ദി വർക്ക്ഷോപ്പ്. ഇത് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ഫ്ലോറിൽ ഫൗണ്ടേഷൻ ബോൾട്ടുകളുടെ സഹായത്തോടു കൂടി ഫിക്സ് ചെയ്തിരിക്കുകയായിരിക്കും. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ടേക്ക് അപ്പ് ദ എൻറ്റയർ ലോഡ് ഓഫ് ദി മെഷീൻ ഫോഴ്സസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. നമ്മൾ മെഷീൻ ഓപ്പറേഷൻ നടക്കില്ല, കട്ടിങ് ഓപ്പറേഷൻ നടക്കുന്ന കണ്ടീഷനിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് ലോഡും എടുക്കുന്നത് ഈ ബേസ് ആയിരിക്കും. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ടു റെസിസ്റ്റ് ദ വൈബ്രേഷൻ ആൻഡ് ടു ടേക്ക് അപ്പ് ദി കംപ്രസീവ് ലോഡ്. ഹൈലി കംപ്രസീവ് ലോഡ് എടുക്കുക. മെഷീൻ്റെ ഫുള്ളായിട്ട് വരുന്ന വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന കംപ്രസീവ് ലോഡും അതേപോലെ തന്നെ മെഷീൻ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലുള്ള വൈബ്രേഷൻസ് അബ്സോർവ് ചെയ്യാനായിട്ട് നമ്മൾ ബേസ് മാനുഫാക്ചർ ചെയ്യുന്നത് കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും. സോ ഇത്രയാണ് ബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പം ബേസിൻ്റെ മെറ്റീരിയൽ ഓർത്തിരിക്കുക, കാസ്റ്റ് അയൺ ആയിരിക്കും. ഓക്കെ, എൻറ്റയർ ലോഡും ഷേപ്പർ മെഷീൻ്റെ എൻറ്റയർ ലോഡും എടുക്കുന്ന പാർട്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ആണ് എൻറ്റയർ ലോഡ് എടുക്കുന്നത്. അടുത്ത പാർട്ടാണ് കോളം. അപ്പോൾ ബേസിന് മുകളിലാണ് കോളം വരുന്നത്. അതാണ് ഇത്രയും പോർഷനാണ് കോളമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കോളം എന്താണെന്ന് നമുക്ക് നോക്കാം. The column is a box-like casting mounted upon the base. അപ്പോൾ ബേസിന് മുകളിൽ വരുന്ന ബോക്സ് ടൈപ്പുള്ള കാസ്റ്റിംഗ് ആണ്. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടോ രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ബോക്സ് ഷേപ്പിലുള്ള കാസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ കോളം എന്ന് പറയുന്നത്. ഇറ്റ് എൻക്ലോസസ് ദി റാം ഡ്രൈവിംഗ് മെക്കാനിസം. റാമിന് നമുക്ക് ഡ്രൈവ് ചെയ്യണമല്ലോ, ഈ റാമിനെ നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ റാമിന് ഡ്രൈവ് ചെയ്യാനുള്ള മെക്കാനിസം എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ കോളത്തിനകത്തായിരിക്കും. ടു ആക്യുറേറ്റ്ലി മെഷീൻഡ് വെർട്ടിക്കൽ ഗൈഡ് വേസ് ആർ പ്രൊവൈഡഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി കോളം ഓൺ വിച്ച് ദ റാം റെസിപ്രോക്കേറ്റ്സ്. സോ നമുക്ക് റാമിനെ റെസിപ്രോക്കേറ്റ് ചെയ്യണം അല്ലേ. റാമിന് റെസിപ്രോക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഗൈഡ് വേസ് വേണമല്ലോ, ഒരു ഡോട്ട് ടെയിൽ ഗൈഡ് വേസ് ഉണ്ട്. ആ ഡോട്ട് ടെയിൽ ഗൈഡ് വേസ് നമ്മൾ മെഷീൻ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രക്ചർ അനുസരിച്ച് ഫ്ലാറ്റ് ഗൈഡ് വേസ് അവൈലബിൾ ആണ്, ഡോട്ട് ടെയിൽ ഗൈഡ് വേസ് അവൈലബിൾ ആണ്. ഡിസൈൻ അനുസരിച്ച് മാറാം. ഡോട്ട് ടെയിൽ ഗൈഡ് വേസും ഉണ്ട്, അതേപോലെ ഫ്ലാറ്റ് ഗൈഡ് വേസും ഉണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ഗൈഡ് വേസ് ആണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് ഗൈഡ് വേസ് ആണെങ്കിലും ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ കോളത്തിൻ്റെ ടോപ്പിലായിരിക്കും മെഷീൻ. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ഗൈഡ് വേസ് ആണ്. ഈ രണ്ട് ഗൈഡ് വേസ് മെഷീൻ ചെയ്തിട്ടിരിക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ കോളത്തിൻ്റെ ടോപ്പിലായിരിക്കും. ദ ഫ്രണ്ട് വെർട്ടിക്കൽ ഫേസ് ഓഫ് ദി കോളം വിച്ച് സെർവ്സ് ആസ് ദി ഗൈഡ് വേസ് ഫോർ ദി ക്രോസ് റെയിൽ ആൻഡ് ഈസ് ആൾസോ ആക്യുറേറ്റ്ലി മെഷീൻഡ്. അപ്പോൾ ഈ കോളം എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ ഫ്രണ്ട് ഫേസിൽ, അതായത് ദാണ്ട് ഇവിടെ ഈ ഫ്രണ്ട് ഫേസിൽ നമ്മൾ അവിടെയും ഒരു ഗൈഡ് വേസ് കട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിന്, നമ്മുടെ ഈ ക്രോസ് റെയിലിനെ കണക്ട് ചെയ്യാനുള്ള ഗൈഡ് വേസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളത്തിൻ്റെ രണ്ട്
ഗൈഡ് വൈസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റാമിനെ ഗൈഡ് ചെയ്യാനുള്ള ഗൈഡ് വൈസും രണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ക്രോസ് റെയിലിനെ ഗൈഡ് ചെയ്യാനുള്ള ഗൈഡ് വൈസും. ഓക്കെ, സോ ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദ ലിഡ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കോളം മേ ബി ഓപ്പൺഡ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് ഓയിലിംഗ് ഓഫ് ദി ഇന്റേണൽ മെക്കാനിസം വിത്തിൻ ദി കോളം. അപ്പോൾ ഈ കോളത്തിനകത്ത് ഇന്റേണൽ മെക്കാനിസംസിനെ നമുക്ക് ഇൻസ്പെക്ഷൻ നടത്താനും അതേപോലെ ഓയിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലിഡ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഫിഗറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇതിനകത്തൊരു സ്ലോട്ടർ ലിങ്ക് കാണാം അല്ലേ. ഇതാണ് അതിൻ്റെ സ്ലോട്ടർ ലിങ്ക്. അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്രാങ്ക് ആണ് ദാണ്ട് ഈ പോർഷൻ വരുന്നത്. ക്രാങ്ക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ബുൾ ഗിയർ ആണ് നമുക്ക് കാണാം. ദാണ്ട് ഇവിടെ അതിൻ്റെ ബുൾ ഗിയറും കാണാം. അപ്പോൾ ഇത്തരം പാർട്ടുകൾ, ഈ മൂവിങ് പാർട്ടുകളിൽ ഓയിലിംഗ് ഓപ്പറേഷൻ ചെയ്യണം. ഓരോ പ്രാവശ്യം പിന്നെ തേയ്മാനം ഉണ്ടാവുമല്ലേ, അപ്പോൾ ആ തേയ്മാനം കുറയ്ക്കാനായിട്ട് നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലിഡ് ഓപ്പൺ ആക്കാമെന്നാണ് പറയുന്നത്. ദി അതർ സൈഡ് ഓഫ് ദി കോളം കണ്ടെയ്ൻസ് ലിവേഴ്സ് ആൻഡ് ഹാൻഡിൽ എക്സെട്ര ഫോർ ഓപ്പറേറ്റിംഗ് ദ മെഷീൻ. അപ്പോൾ കോളത്തിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസിന് വേണ്ടിയുള്ള ഓയിൽ അപ്ലൈ ചെയ്യാനുള്ള ലിഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷനാണ്. അതർ സൈഡ് എന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനെ നമ്മുടെ മെഷീനെ ഡ്രൈവ് ചെയ്യാനുള്ള മെക്കാനിസംസും കൺട്രോൾ ലിവറും കാര്യങ്ങളും എല്ലാമാണ് അതർ എൻഡിൽ വരുന്നത്.